ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെർ ക്രാഫ്റ്റി ക്രോണിക്കിൾസ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. വാട്ട് ഓൾ തിങ്സ് ഐ കീപ്പ് ഇൻ മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ ഹാമ്പർ. അതായത് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഞാനൊരു ഹാമ്പറാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തോട്ട് കുറച്ച് സാധനങ്ങൾ വയ്ക്കാൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളെ പറ്റി ആദ്യമേ പറയുവാണെങ്കിൽ കുറച്ച് സ്കിൻ കെയർ, ഹെയർ കെയർ പ്രോഡക്റ്റ്സാണ് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആളെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി ടീച്ചറാണ്. ഇപ്പോൾ ആൾ ബ്രേക്കിലാണ്. കാരണം എൻ്റെ ജേർണലിംഗ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വാവയുടെ ഫോട്ടോ. അപ്പോൾ ചേച്ചിക്ക് കുട്ടി ഉണ്ടായി. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു ചിറ്റയായിന്ന്. അപ്പം ഇപ്രാവശ്യം ചേച്ചിയുടെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സ്കിൻ കെയർ, ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ കൊടുക്കാമെന്ന്. അതായത് ആള് അത്യാവശ്യം അതൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പം ആള് ജോബിൽ നിന്നൊരു ബ്രേക്കൊക്കെ എടുത്ത് നിൽക്കുമല്ലേ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ വലിയ വലിയ പ്രോഡക്റ്റ്സ് ഒന്നുമല്ല, ബേസിക് സാധനങ്ങൾ. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഷാംപൂ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പം ഞാൻ ഇതിൻ്റെ ഒന്നും റിവ്യൂസ് ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം കുറച്ചൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ റിവ്യൂസ് ഞാൻ വേണമെങ്കിൽ റിവ്യൂ ആയിട്ടല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തതാണ്. അപ്പം ഞാനിങ്ങനെ ഓഫർ പ്രൈസൊക്കെ നോക്കിയിട്ട് റീസണബിൾ പ്രൈസാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ബെല്ല വിറ്റ. ഈ ഒരു ബെല്ല വിറ്റയുടെ പെർഫ്യൂമാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇങ്ങനൊരു ഗിഫ്റ്റ് പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ ബെല്ല വിറ്റ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരും നല്ല റിവ്യൂസാണ് പറയുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ഒരു ബെല്ല വിറ്റയുടെ പെർഫ്യൂം. ഇതല്ല, ഇതിൻ്റെ ബ്ലാക്ക് ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ, ഓർമ്മയില്ല. അപ്പം ഈ ഒരു പെർഫ്യൂം സെറ്റാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മോയ്സ്ചറൈസറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ റെന ഫാത്തിമ അങ്ങനെയാന്ന് തോന്നുന്നു ആ യൂട്യൂബറിൻ്റെ പേര്, നിങ്ങൾക്കറിയായിരിക്കും. ആള് ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ ആളുടെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നില്ല, അല്ലാത്തൊരു റിവ്യൂ ഉണ്ടായിരുന്നു ഈ ഒരു ഡീകൺസ്ട്രക്റ്റ് മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട്. നല്ല റിവ്യൂസ് ആയിരുന്നു. അപ്പം ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഫ്ലിപ്കാർട്ടിലും ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസ് തന്നെയാണ്. അങ്ങനെ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഇത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ അത്ര സൂപ്പർ സെൻസിറ്റീവ് സ്കിന്നൊന്നും അല്ല. അപ്പം അത്യാവശ്യം പ്രോഡക്റ്റ്സൊക്കെ ആൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ആവാറുണ്ട്. അപ്പം അത് കാരണം ഞാൻ വിചാരിച്ചത് ഓക്കെ ആയിരിക്കുന്നത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് ആ പ്രോഡക്റ്റ്, ഡീകൺസ്ട്രക്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ അടുത്ത ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോഡക്റ്റ്സാണ്. ബെയർ അനാട്ടമിയുടെ ഈ ഒരു കണ്ടീഷണറും ഈ ഒരു ഷാംപൂ. ഈ രണ്ട് പ്രോഡക്റ്റ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിൽ, എൻ്റെ എല്ലാ വീഡിയോസിലും കാണുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, നിഷ. അപ്പോൾ അവൾക്കും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു, ഈ ബെയർ അനാട്ടമി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടും കൂടി അറൗണ്ട് 500 സംതിങ്. 500 സംതിങ് ആണ്. 500 400 എന്തോ. ഫ്ലിപ്പിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഓഫറിൽ കിട്ടുന്ന ഒരു സാധനമാണിത്. ഇത് ബെയർ അനാട്ടമിയുടെ ഇത് റോസ്മേരി ആൻഡ് കോക്കനട്ട് മിൽക്ക്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിവ്യൂസാണ് പറയുന്നത്. ആൾക്കും അതെ എനിക്കും അതേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായി. അപ്പം എന്താ പറയുക, ഇതിൻ്റെ ഒരു വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ ഭയങ്കര സെൻറ്റുള്ളൊരു സംഭവമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രേഗ്രൻസ് അത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് നോക്കണ്ട. ഇതിന് നല്ല ഫ്രേഗ്രൻസ് ആണ്. ഇപ്പം തന്നെ പാക്കേജ് ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പം തന്നെ നല്ല ഒരു സെൻറ്റ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ. അപ്പം ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായ ഷാംപൂ കണ്ടീഷണർ ആണ് ഇത്. പ്ലമ്മിൻ്റെ ഫേസ് വാഷ്, ഇതിനെപ്പറ്റി റിവ്യൂസിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ.
യൂസ് ചെയ്തിട്ടില്ല. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പ്ലമ്മിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ചേച്ചിക്ക് ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. കാരണം ഞാനൊരു +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന, അല്ലട്ടോ കോളേജാണെന്ന് തോന്നുന്നു, ആ ടൈമിൽ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് വാഷാണ് ഈ പ്ലമ്മിൻ്റെ ഫേസ് വാഷ് ടീ ട്രീ. ഇതാക്ക് എന്തായാലും വർക്കൗട്ട് ആവും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഷാമ്പൂ ഇല്ലേ, അതും ഞാൻ വാങ്ങിച്ച സമയത്ത് ചേച്ചി ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല ഒപ്പീനിയൻ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ അതും അവൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ പ്ലമ്മിൻ്റെ ഫേസ് വാഷ് കാണിച്ചു തന്നിട്ട്, പിന്നെ മിനിമലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ. മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് പേഴ്സണലി അറിയില്ല, ചേച്ചിയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വർക്കൗട്ട് ആവും തോന്നുന്നു. ഇതിനും അത്യാവശ്യം റിവ്യൂസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ റിവ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെയും സ്കിൻ ടൈപ്പും ഹെയർ ടൈപ്പും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഡീകൺസ്ട്രക്റ്റിൻ്റെ മോയ്സ്ചറൈസറും ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനുമാണ്. ഇത് രണ്ടും ആൾക്ക് വർക്കൗട്ട് ആവുമോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. ബാക്കി ഒന്നും കുഴപ്പമില്ല. ഹെയർ പ്രോഡക്റ്റ്സ് ആയാലും ഹെയർ ഫേസ് വാഷ് ആയാലും ബെല്ല വിറ്റ ആയാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായേ. ഇത്രയും പ്രോഡക്റ്റ്സാണ് ഇപ്പോൾ ഇൻ ടോട്ടൽ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഡീകൺസ്ട്രക്റ്റിൻ്റെ മോയ്സ്ചറൈസർ, പ്ലമ്മിൻ്റെ ഫേസ് വാഷ്, മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ, ഇത് രണ്ടും ഷാംപൂ, കണ്ടീഷണർ, പാരനാട്ടമിയുടെ, പിന്നെ ബെല്ല വിറ്റ പെർഫ്യൂം പാക്കേജ് ഇവിടെയുണ്ട്. ഇത്ര ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് പ്രോഡക്റ്റ്സ്, കുറേയൊന്നുമില്ല, കുറച്ച് പ്രോഡക്റ്റ്സ് ഇങ്ങനെ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചു. അപ്പോൾ എനിക്കിത് കൊടുക്കുമ്പോൾ ആൾ ചിലപ്പോൾ സർപ്രൈസ് ആവും എന്ന് എനിക്കൊരു തോന്നൽ. കാരണം ആൾ എന്തായാലും ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ബേസിക്കായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഓർത്തു ജസ്റ്റ് അതൊന്ന് കാണിച്ചേക്കാം എന്ന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് റിവ്യൂ പറയുന്ന സംഭവമൊന്നുമല്ല. ഇതിൻ്റെ അത് എന്താ പറയുക, അധികമൊന്നും ഞാൻ യൂസും ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്ത 2 എണ്ണത്തിനെ പറ്റി ജസ്റ്റ് 2 വാക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പം ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈമായിട്ട് കാണുവാണെങ്കിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കണ്ടൻസൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റും. അപ്പം എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് ക്യാമറ നോക്കി ത്രൂ ഔട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഓക്വേർഡ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ചെയ്തല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഹാമ്പർ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ, ഹാവ് എ ഗുഡ് ഡേ.